കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫുഡ് റിഫ്ലെക്സോളജിയെ പറ്റിയിട്ടാണ്. നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. കാൽപാദം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാൽപാദത്തിലെ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രഗ്നൻ്റ് ആകാമെന്ന് നോക്കാം. ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ ലൈവ് ഡെമോ ഉൾപ്പെടെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ രണ്ട് കാൽപാദത്തിലും നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കാൽപാദത്തിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളത് അപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കാലിൽ എന്തെങ്കിലും ഒരു ഫുഡ് ക്രീം ഇടണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാലിൽ എന്തെങ്കിലും ഫുഡ് ക്രീം നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗം കുറച്ചൊന്നും ഇങ്ങോട്ട് നറിഷ് ആയിട്ട് ഇരിക്കുന്ന പോലെ, കുറച്ചൊന്ന് ഡ്രൈ ആവാതെ നമുക്ക് കുറേ കൂടി ഒന്ന് ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്ന രീതിക്ക് ഇതങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ ആ ഭാഗത്തായിട്ടുള്ള ആ ഒരു കുഴി പോലെ ഉണ്ടാകുന്നൊരു സ്പോട്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്രീം നല്ലതുപോലെ ഇട്ടിട്ട് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഭാഗങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു സ്പോട്ട്, കുറച്ച് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു സ്പോട്ട് നിങ്ങൾ നല്ലതുപോലെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നല്ല ശക്തിക്ക്. ഇപ്പോൾ ഞാൻ ആ ചെയ്യുമ്പോൾ എൻ്റെ ഞരമ്പൊക്കെ തെളിഞ്ഞ് വരുന്നത് കേട്ടോ. ആ ഒരു രീതിക്ക് ശക്തിക്ക് നിങ്ങളതങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഓരോ ഭാഗത്തും നമ്മൾ മസാജ് ചെയ്ത് ശക്തമായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓവറീസിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 15 സെക്കൻഡ്സ് എങ്കിലും തുടക്കത്തിലെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശക്തമായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്യുക. ആദ്യം നിങ്ങളൊരു 15 സെക്കൻഡ് ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം ഓരോ ദിവസവും നിങ്ങൾ കംഫർട്ട് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു സമയം നിങ്ങൾ കൂട്ടി കൊടുക്കുക. മാക്സിമം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റൊക്കെ നിങ്ങളത് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾ നല്ലതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാൽഭാഗത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ്, പുറകിലത്തെ സൈഡ്. ഈ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം തന്നെ ആ രണ്ട് ഭാഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് കാൽഭാഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഫുഡ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫുഡ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ ആ ഫുഡ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുഡ് ക്രീം ഇട്ടതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ അമർത്തി അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ മസാജ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ആ ഒരു ഭാഗത്തേക്കുള്ള വെയിൻസ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് വരും. ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ നല്ല രീതിക്ക് അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ടും ഇത് ഇൻക്രീസ് ആകും. നിങ്ങളിപ്പോൾ ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്പോട്ടുകളും നമ്മുടെ ഓവറിയുടെയും അതുപോലെ യൂട്രസിൻ്റെയും ഭാഗങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൃത്യമായിട്ട് നടക്കും. ഈ ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാനായിട്ട് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ടുള്ള രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. നിങ്ങൾ വേറെ എന്തൊക്കെ മെഡോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതുകൊണ്ടോ ഒന്നും കാര്യമില്ല. കൃത്യമായിട്ടുള്ള രീതിക്ക് അവിടെ രക്തയോട്ടം കിട്ടുന്നുണ്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ലെട്രസോളിൻ്റെ മെഡിസിൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നമ്മൾ വയ്ക്കുന്നു, അതുപോലെ തന്നെ വിറ്റമിൻ മെഡിസിനുകൾ നമ്മൾ ശരീരത്തിലോട്ട് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും, വെജിറ്റബിൾസ് കഴിച്ചിട്ടും ഫ്രൂട്ട്സ് കഴിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും, എക്സസൈസ് ചെയ്തവരെ നമുക്ക് ഈ കൺസിഡറേഷനിൽ ഇതിൽ എളുപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. പക്ഷേ നമ്മളിത് എക്സസൈസുകളൊന്നും ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ കൃത്യമായിട്ട് എത്തണമെങ്കിൽ നമ്മുടെ ശരീരം അതിനനുസരിച്ചിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ഇതെല്ലാം മരുന്നുകളും കഴിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെറുതെ വിശ്രമം എടുക്കുന്ന ഒരാൾ, വെറുതെ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവർ അമിത വണ്ണമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല. അങ്ങനെയുള്ളവർക്കെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ നമ്മൾ ഐഡിയൽ ആയിട്ടുള്ളൊരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലോട്ടുണ്ടാകുന്ന വിറ്റമിൻസും മിനറൽസും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള ശരീരഭാഗങ്ങളിലോട്ട് വേണ്ടമായിട്ടുള്ള രീതിക്ക് പമ്പിങ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ.
അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓവറിയിലോട്ടും യൂട്രസിലോട്ടും ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ അവിടെ എത്തിയേ മതിയാവൂ. ഈ ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലെഗ് അപ്പ് ദ വോൾ പൊസിഷൻ ചെയ്യുന്നതും അതുപോലെ കോബ്ര പോസ് ചെയ്യുന്നതും ബട്ടർഫ്ലൈ പോസ് ചെയ്യുന്നതും അതുപോലെ ഫെമറൽ മസാജ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഫുഡ് റിഫ്ലെക്സോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു അടച്ചിട്ട റൂമിൽ നിന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ മസാജ് ചെയ്യാവുന്നതാണ്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മാക്സിമം നിങ്ങൾ ഈ സമയത്തിന് വേണ്ടി ഇതിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ മതിയാവും. നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കാലൊന്നും നമ്മൾ മടക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും, അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി നിൽക്കുന്ന ഐഡിയലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണത്. ഒരു കാലിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാലിൽ 2 സൈഡ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തത് പോലെ തന്നെ അപ്പുറത്തെ കാലിൽ നിങ്ങൾ ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മളെ കൊണ്ട് എത്ര ശക്തമായിട്ട് പിടിക്കാൻ പറ്റുമോ അത്രയും ശക്തമായിട്ട് നമ്മൾ പിടിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കൈവച്ചിട്ട് നമ്മുടെ ആ ഒരു കൈവിരലിൻ്റെ ഭാഗം നമുക്കൊന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് ശക്തിയായിട്ട് അമർത്താം. അല്ലെങ്കിൽ മൊത്തത്തിൽ ആ കൈവിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നമുക്ക് അമർത്താം. അതല്ലെങ്കിൽ ചിലവരൊക്കെ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ പേനയുടെ മൂടിയൊക്കെ കുറച്ചൊന്ന് റഫായിട്ട് അല്ലാത്ത കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പേനയുടെ മൂടി, പേനയും കൂടി ഇട്ടിട്ടുള്ള പേനയുടെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കും. അതൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കൈവിരലിൻ്റെ ആ തുമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പ്രഷറിൽ ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുക്കുക. അതികഠിനമായിട്ടുള്ള പ്രഷറൊന്നും അല്ല കേട്ടോ. നോർമലി നമുക്ക് താങ്ങാൻ കഴിയുന്ന നമ്മളിലൊന്നും മസാജ് ഒരു എഫക്റ്റ് വരുന്നുണ്ട്, അതായത് ജസ്റ്റ് ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ കാലിന് ചുറ്റുമുള്ള വെയിൻസൊക്കെ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. ഈ വെയിനിൻ്റെ ഒക്കെ ലിങ്ക് പോകുന്നത് നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ ഓവറീസിലോട്ടുമാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുവാനുള്ള സാധ്യത വളരെയധികം കൂട്ടി കൊടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് മസാജുകളും ഫോർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുന്നവരും ഫ്രൂട്ട്സ് എടുക്കുന്നവരും നട്ട്സ് എടുക്കുന്നവരും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നവരും ഒക്കെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫോർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ളൊരു വീഡിയോ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകളുണ്ട്. നമുക്ക് അധികം ഹാർഡായിട്ടില്ലാത്ത മൈൽഡായിട്ടുള്ള ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എക്സസൈസുകൾ അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളത് ട്രൈ ചെയ്യുക, അതിൽ പറയുന്ന രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ പറയുന്ന സമയം വരെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതെല്ലാം ഫോളോ ചെയ്യുന്നത് കൊണ്ട് റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.